ചെറിയ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ 2 ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റൻസുകളാണ്. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഡൊമൈനും റേഞ്ചും. നമുക്ക് ഈ ഡൊമൈനും റേഞ്ചും 2 എടുത്ത് പഠിക്കുന്നുണ്ട്. ഒന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലുണ്ട്, 2 റിലേഷൻസിലുണ്ട്, 2 എന്താണ് ഫങ്ഷൻസ്. 2 എടുത്തുമുണ്ട്. 2 എടുത്തും ചെറിയൊരു വ്യത്യാസമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, നമുക്ക് റിലേഷനിലെ ആകുമ്പോൾ ഡൊമൈൻ റേഞ്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഫങ്ഷൻസിലാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഓർഡേഡ് പേരൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആണെങ്കിലും, അല്ലാതെ നമുക്ക് ഈ ഫംഗ്ഷൻ തരുമല്ലോ, എഫ് ഓഫ് എക്സ് = 2 - 3x 3 + 2x മോഡുലസ് x - 1 √x - 1 ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അല്ലാതെ ഓർഡേഡ് പേരുകളാണെങ്കിൽ എളുപ്പം എടുത്ത് എഴുതാം, ഇല്ലേ? ഫസ്റ്റ് നമ്പറുകൾ എടുത്ത് ഡൊമൈൻ എഴുതാം, ഓർഡേഡ് പേരിലെ സെക്കൻഡ് നമ്പേഴ്സുകൾ എടുത്ത് റേഞ്ച് എഴുതും. പക്ഷെ നമുക്ക് ജനറലായിട്ടൊരു ഫംഗ്ഷനെ തന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക, മനസ്സിലാകുന്നെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ സിമ്പിളാക്കി സൂപ്പറാക്കി ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ. നമ്മൾ ഈ എഫ് ഓഫ് എക്സിന് പകരം 2 പേരുണ്ട്, വൈ എന്നും വിടും കേട്ടോ. വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. മോഡുലസ് ഓഫ് എക്സ് - 3. ഇതിൻ്റെ ഡൊമൈനും വേണം, നമുക്ക് റേഞ്ചും വേണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് മോഡുലസ് ഓഫ് എക്സ് - 3. ഫസ്റ്റ്ലി വാട്ട് ഈസ് മീൻ ബൈ ഡൊമൈൻ? നമ്മൾ ഒരാൾ ചോദിക്കുക എന്താണ് ഡൊമൈൻ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂ, ആ വേർഡിന് ഇമ്പോർട്ടൻ്റ്. പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കാൻ പറ്റുന്ന എക്സുകൾ ആരൊക്കെയാണ്, മീൻസ് ഏതൊക്കെ നമ്പറുകളുണ്ടോ അതെല്ലാം ഡൊമൈനാണ്. അപ്പോൾ കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവനെ ഒഴിവാക്കണം. അപ്പോൾ ഇനി എവിടെ നമ്മൾ ഇത് എടുക്കേണ്ടത്? റിയൽ നമ്പറിൽ നിന്നും. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ. ഓക്കെ, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, ഫ്രാക്ഷൻ ആവാം, ഡെസിമൽ ആകാം, റൂട്ട് ആവാം, എന്ത് വേണേ കൊടുക്കാം. ഇനി കൊടുക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട ആളാണ് ആരാ? ആർ എന്ന് പറഞ്ഞാൽ ആരാ മോനെ? റിയൽ നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ എപ്പോഴും മനസ്സിൽ ഡൊമൈനിന് വേണ്ടി മനസ്സിൽ വരേണ്ടത് എന്ന് പറയാൻ ഫുൾ നമ്പേഴ്സ്. പക്ഷേ ചിലരെ നമുക്ക് ചില പ്രോബ്ലങ്ങളിൽ ഒഴിവാക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കുക. മോഡുലസ് ഓഫ് എക്സ് - 3 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് ആരെയൊക്കെ കൊടുക്കാം? ഇപ്പോൾ എക്സിന് നമുക്ക് 1 കൊടുത്താൽ 1 - 3. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. അത് മോഡുലസിനുള്ളിലാണ് -2, ശരിയല്ലേ? ഇങ്ങനെ -2, പക്ഷെ പുറത്തോട്ട് വരുമ്പോൾ 2 ആണ്. അപ്പോൾ ആൻസർ എത്ര? 2. ഇനി നെക്സ്റ്റ് എന്താണ്? 3 കൊടുക്കാം, 4 കൊടുക്കാം. ഏതെങ്കിലും നമ്പർ കൊടുത്താൽ ആൻസർ കിട്ടാതിരിക്കുമോ? എല്ലായ്പ്പോഴും കിട്ടും അല്ലേ? അല്ലാതെ അയ്യോ കിട്ടത്തില്ല, ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു അവസ്ഥ വരത്തേയില്ല. ഈ എക്സിന് നമുക്ക് ഏത് നമ്പറും റിയൽ നമ്പറിൽ കൊടുക്കാം. അതുകൊണ്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ. ഓക്കെ, ഈ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് ഏത് നമ്പർ കൊടുക്കാം? 1000 കൊടുക്കാം, 10000 കൊടുക്കാം, എന്ത് വേണേൽ കൊടുക്കാം. അതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് ദ ഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്നവർ. അങ്ങോട്ട് കൊടുക്കുന്നവർ ഡൊമൈൻ ആയിരുന്നു, ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു, നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, അത് നമ്മുടെ റേഞ്ചാണ്. കിട്ടുന്നവരാണ് റേഞ്ച്. അപ്പോൾ ഈ റേഞ്ച് എവിടം തൊട്ട് എവിടം വരെ കിട്ടുക? നമ്മളിപ്പം മൊബൈൽ ഫോണൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങോട്ട് വെള്ളിട്ടിറങ്ങട്ടെ, എനിക്ക് നമ്മുടെ വീടിനകത്ത് റേഞ്ച് ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് വെള്ളിട്ടിറങ്ങുമ്പോൾ ചില ഒരു പോയിന്റ് തൊട്ട് റേഞ്ച് തുടങ്ങും അല്ലേ? നമുക്ക് കറക്റ്റായിട്ട് അവിടെ തൊട്ട് നമ്മുടെ റേഞ്ച് തുടങ്ങുക. കുറേ ദൂരം കിട്ടുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പം വൈഫൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് കട്ടാവും അല്ലേ? അപ്പോൾ അവിടം വരെ ഉള്ളൂ നമ്മുടെ റേഞ്ച്. അപ്പോൾ എവിടം തൊട്ട് എവിടം വരെ ആകാം, അതാണ് നമ്മുടെ റേഞ്ച്. കിട്ടുന്നത് എവിടം തൊട്ട് എവിടം വരെ, ആൻസർ എവിടം തൊട്ട് എവിടം വരെ കിട്ടുവാടാ, അതാണ് റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സിന് ഏത് നമ്പർ കൊടുത്താലും പുറത്തോട്ട് വരുമ്പോൾ മോഡുലസ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും അവനെ? പോസിറ്റീവ്. വേറെ ഒരിക്കലും നെഗറ്റീവ് ഇട്ടതില്ല. മോഡുലസിൻ്റെ മീനിങ് എന്താണ്? ആൻസർ ഈസ് ഓൾവേസ് ഇൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 - 3 നമുക്ക് ആൻസർ ഏറ്റവും ചെറുത് ഏത് കിട്ടാം? 0 കിട്ടാം. അത് കുറവ് കിട്ടത്തില്ല, കാരണം നെഗറ്റീവ് കിട്ടത്തില്ല. പിന്നെ 0 കിട്ടാം. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ 4 കൊടുക്കുമ്പോൾ 4 - 3 1 കിട്ടും, 5 കൊടുത്താൽ 2 കിട്ടും. അങ്ങനെ കിട്ടി അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കൂടുന്തോറും ആൻസർ കൂടിക്കൊണ്ടിരിക്കും. കൂടി എവിടം വരെ കിട്ടാൻ മോനെ? ഇൻഫിനിറ്റി വരെ, ഏറ്റവും വലിയ നമ്പർ വരെ കിട്ടാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to എത്ര മോനെ ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ ക്ലിയറായി. ഡൊമൈൻ ക്യാപിറ്റൽ, റേഞ്ച് 0 to ഇൻഫിനിറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇതിൻ്റെയും ഡൊമൈനും വേണം, റേഞ്ചും വേണം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. അടിപൊളി ക്വസ്റ്റ്യനാണ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ആൾ ആരായിക്കോട്ടെ അയാളുടെ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്ന പണി കഴിഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ -b + or - റൂട്ട് ഓഫ് എന്നുള്ളിൽ നെഗറ്റീവ് വന്നാൽ അവിടെ വെച്ച് പ്രോബ്ലം നിർത്തും. കാരണം മുന്നോട്ട് വഴിയില്ലായിരുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ റൂട്ടിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരല്, പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൻ്റെ മീനിങ് 0 തൊട്ട് പോസിറ്റീവ്, നെഗറ്റീവ് ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റൂട്ടിനുള്ളിൽ കിടക്കുന്ന, അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഫോർ ഡൊമൈൻ. ഓക്കെ, ഫോർ ഡൊമൈൻ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എത്രയാണ്? 0. ഈ റൂട്ടിനുള്ളിൽ കിടക്കുന്ന എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, -1 അപ്പുറത്ത് ചെല്ലുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ +1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ 1 1ൽ കൂടുതലേ കൊടുക്കാവുള്ളൂ. 1ൽ കുറവുള്ള നമ്പറാണ് എക്സിന് കൊടുക്കുന്നെങ്കിൽ പണി കഴിഞ്ഞു, നെഗറ്റീവായി പോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സിൻ്റെ പ്ലേസിൽ ഞാനിപ്പോൾ 0 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? 0 1ൽ കുറവാണ് കണ്ടോ, 1ൽ കൂടുതൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 1ൽ കുറേ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുക്കുമ്പോൾ 0 - 1, 0 - 1 എന്ന് പറഞ്ഞാൽ -1 നെഗറ്റീവായി പോയി, കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വേണമെന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ഡൊമൈൻ. വൈയുടെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ ഡൊമൈൻ ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1 1ൽ കൂടുതലുള്ള ഏത് നമ്പറും കൊടുത്താൽ 2 3 4 5 1000 ലക്ഷമോ എന്ത് വേണം കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഡൊമൈൻ കിട്ടി. നെക്സ്റ്റ് എന്താണ് പറഞ്ഞ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എവിടം തൊട്ട് കിട്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏതാ ഏറ്റവും ചെറുത് കൊടുക്കുന്നത്? 1 ആണ് എക്സിൻ്റെ പ്ലേസിൽ ഏറ്റവും ചെറുതാണ്. 1 തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. ആ സമയത്താണ് നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ 1 കൊടുക്കുമ്പോൾ എന്താ അവന് കിട്ടുന്നത്? 1 - 1 എത്ര? റൂട്ട് ഓഫ് 0. ആൻസർ ആരെ കിട്ടി? 0 ഇല്ലയോ? അപ്പോൾ ആൻസർ നമുക്ക് എവിടം തൊട്ട് കിട്ടി തുടങ്ങാം? 0 തൊട്ട് കിട്ടി തുടങ്ങാം. 0 to ഇൻഫിനിറ്റി. ഇതാണ് കേട്ടോ, 0 to ഇൻഫിനിറ്റി ആകും. പിന്നെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ എക്സിന് ഞാനിപ്പോൾ 5 എന്നാണ് കൊടുത്തെങ്കിൽ 5 - 1 4. 4ൻ്റെ റൂട്ട് എത്ര മോനെ? 2 അല്ലേ? അപ്പോൾ അങ്ങനെ കൂടെ കൂടിക്കൊണ്ടിരുന്ന് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഡൊമൈൻ 1 to ഇൻഫിനിറ്റി, റേഞ്ച് എത്രയാണ്? 0 to ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഫുൾ മാർക്ക് കിട്ടും. ഗുഡ് ബൈ.